അങ്ങനെ നമ്മൾ ഇന്നത്തെ KSRTC ട്രിപ്പിൻ്റെ അവസാനത്തെ സ്പോട്ടിലെത്തി. അതായത് മിസ്റ്റി ലാൻഡ്, മിനി ഊട്ടി. നമ്മളൊരു 5:30 മണിക്കൊക്കെ എത്തേണ്ട സ്ഥലമായിരുന്നു ഇത്. പക്ഷേ നിലമ്പൂർ തിരഞ്ഞെടുപ്പും മറ്റുമൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മൾ ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇവിടുത്തെയും എൻട്രൻസ് ഫീസ് നമ്മുടെ KSRTCൻ്റെ പാക്കേജിൽ ഉൾപ്പെടുന്നതാണ്. പക്ഷേ അകത്ത് കയറി കഴിഞ്ഞാൽ റൈഡ്സിലും മറ്റും കയറണമെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ ഫീസ് നമ്മൾ ഇവിടുന്ന് കൊടുക്കണം. പക്ഷേ നമുക്ക് കൺസെഷൻ ഉണ്ട്. KSRTCൻ്റെ ഭാഗമായിട്ട് വരുന്നത് കൊണ്ട് എല്ലാവർക്കും കൺസെഷൻ കിട്ടുന്നതാണേ. നമ്മളിവിടെ എത്താൻ വേണ്ടിയിട്ട് ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് വന്ന പാടെ തന്നെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് കയറാൻ പോയത്. ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജുണ്ട്, അതുപോലെ തന്നെ വലിയൊരു ഗ്ലാസ് ബ്രിഡ്ജുണ്ട്. വലിയ ഗ്ലാസ് ബ്രിഡ്ജിൽ നിറയെ ആളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറിയത്. അപ്പോൾ ഇരുടായത് കൊണ്ട് അധികം അങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരു ഗ്ലാസ് ബ്രിഡ്ജായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് പകലായിരുന്നെങ്കിൽ ശരിക്കും പേടിപ്പെടുക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ അടിയിലേക്ക് നല്ല താഴ്ചയുണ്ട്. അത് രാത്രിയും നമുക്ക് മനസ്സിലാവും. പക്ഷേ രാത്രി ആ ഇരുടായത് കൊണ്ട് തന്നെ അധികം പേടിപ്പിക്കുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ കുറച്ച് സ്ത്രീകൾക്കൊക്കെ പേടി ആകുന്നും ഉണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു സിപ്പ് ലൈൻ ഉണ്ട്. കുറച്ച് പേർക്ക് ഇരുന്നിട്ട് പോകാൻ പറ്റുന്നതും അതുപോലെ തന്നെ സിംഗിളായിട്ട് പോകാൻ പറ്റുന്നതും. അങ്ങനെ നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഏകദേശം ഫ്രണ്ട് ഭാഗത്തേക്ക് എത്തി. മുകളിൽ മിസ്റ്റി ലാൻഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഫ്രണ്ടിൽ കുറച്ച് പേടിപ്പെടുത്തും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ താഴേക്ക് വേറെ സപ്പോർട്ടൊന്നുമില്ല. ആ ഹാങ് ചെയ്യുന്ന ആ റോപ്പാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. രണ്ട് സൈഡിലുള്ള വലിയ റോപ്പുകൾ. റോപ്പ് എന്ന് ഉദ്ദേശിച്ചത് കമ്പീനെ കൊണ്ടുള്ള ആ സംഭവമാണ് ഈ സൈഡിൽ കാണുന്നത്. താഴേക്ക് വേറെ സപ്പോർട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ ആൾക്കാർ കൂടുതലായിട്ട് നിൽക്കുമ്പം കുറച്ച് ഷേക്കിങ് പോലെയൊക്കെ നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ അത് കുറച്ച് പേർക്കൊക്കെ പേടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. മിനി ഊട്ടിയിലേക്ക് വരുന്ന വഴിക്ക് നമ്മൾ വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. പിന്നെ ഇവർ നമുക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് പാട്ട് ഒക്കെ ഇട്ടൊരു നല്ല അടിപൊളി പാട്ട്. അത് ഇവരുടെ നമ്മളെ എൻട്രൻസിൻ്റെ അവിടെ നിന്നാണ് ഡാൻസ് കളിക്കാൻ വിടുക. നേരെ മറിച്ച് അങ്ങ് ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് കളിക്കാനൊന്നും വിടില്ല. ഈ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് അവർ പാട്ടൊക്കെ ഇട്ടുതരും. അതിനനുസരിച്ചിട്ട് എല്ലാവരും ഡാൻസ് കളിക്കാം. അടുത്തത് ഇവിടുത്തെ ഹൊറർ ഹൗസാണ്. ബാക്കിൽ ചെറിയ ഇന്നെ കണ്ടി ചെറിയ കുട്ടിയില്ല. ഇങ്ങനെ ഓടണ്ട. ഇടുന്നാരൊക്കെ ഇപ്പൊ താവും. വീട് നിൽപ്പുണ്ടെങ്കിൽ താവാണ്ട. വീട് എന്തൊക്കെ ഉണ്ടാവില്ലേ? ഇടരാണ്.
ഹൊറർ ഹൗസിൽ കയറിയിട്ട് കുറച്ച് പേരൊക്കെ പേടിക്കുന്നതൊക്കെ കണ്ടിട്ട് കുറച്ച് ചിരിക്കുകയും തമാശയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇവിടുത്തെ വ്യൂ പോയിൻ്റാണ്. ഇവിടെ കയറി കഴിഞ്ഞാൽ ചുറ്റും നല്ല രസത്തിൽ കാണാൻ പറ്റും. പ്രത്യേകിച്ച് രാത്രിയുള്ള ആ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നേ. ഈ ഒരു ബിൽഡിങ്ങിൽ കാര്യമായിട്ടുള്ളത് ഈ വ്യൂ പോയിൻ്റ്, ഏറ്റവും മുകളിൽ വ്യൂ പോയിൻ്റ്, പിന്നെ നമ്മൾ മുന്നേ കണ്ട ഹൊറർ ഹൗസ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫിഷിൻ്റെ അണ്ടർ വാട്ടർ ടണലുണ്ട്. നമ്മൾ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ നിന്നിട്ട് നല്ല കാറ്റുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് സമയം എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് ഇതാക്കിയിട്ടാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിയത്. പിന്നെ നേരെ പോയത് ഈ അണ്ടർ വാട്ടർ ടണലിലാണ്. ഫിഷുകളുടെ ഒരു ലോകം. കുറേ അക്വേറിയത്തിലൊക്കെ കുറേ തരത്തിലുള്ള മീനുകൾ അവിടെ ഉണ്ടായിരുന്നു, ചെറുതും വലുതും ഒക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ നടന്ന് അവസാനം ടണലിൻ്റെ അവിടെ എത്തി. അവിടുന്ന് കുറേ ആൾക്കാരൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ തലേൻ്റെ മുകളിലോട്ടൊക്കെ ഇങ്ങനെ മീനുകൾ തലങ്ങും വിലങ്ങും ഇങ്ങനെ പാന് കളിക്കും, ചെറുതും വലുതും ഒക്കെ ആയിട്ട്. ഇത് പിന്നെ നമ്മുടെ നാട്ടിലും ഒക്കെ ഇപ്പോൾ എക്സിബിഷനും ഒക്കെ ഇങ്ങനെ കെട്ടുന്നതുകൊണ്ട് വലിയ പുതുമയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ബ്ലോക്കിലൊക്കെ പെട്ടതുകൊണ്ട് ഇവിടെ എത്താൻ വേണ്ടി ലേറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും കുറച്ചൊരു മ്ലാനത ഉണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ സമയം നമുക്ക് ചിലവഴിക്കാൻ ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ നമ്മൾ എത്തുമ്പോൾ തന്നെ ഏകദേശം 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് ഓടിച്ച് കണ്ടിട്ടും ഒക്കെയാണ് എല്ലാവരും പോയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ റൈഡുകളിലും മറ്റും ഒന്നും നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് KSRTCൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ വീഴ്ചയൊന്നും ആയിരുന്നില്ല. ഫുള്ള് ബ്ലോക്കിൽ പെട്ടുപോയി. എന്താ വെച്ചാൽ തിരഞ്ഞെടുപ്പും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് വഴി നീളെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫിഷ് സ്പാ ഉണ്ടായിരുന്നു, കാർ ഡാഷിങ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഫുഡിൻ്റെ സ്റ്റാളുകളാണ് കാര്യമായിട്ട് ഇവിടെ നടക്കുന്നത്. ഫുഡടി എല്ലാവർക്കും ഇപ്പം പ്രധാന കാര്യം ഫുഡിൻ്റെ ആണല്ലോ. അപ്പോൾ ഇവിടെയും കുറേ സ്റ്റാളുകളുണ്ട്. ജ്യൂസ് മാത്രം കിട്ടുന്ന സ്ഥലമുണ്ട്, ജ്യൂസും ഷേക്കുകളും കിട്ടുന്ന സ്ഥലമുണ്ട്, ഐസ്ക്രീമിൻ്റെ ഇതുണ്ട്, പോപ്കോണിൻ്റെ കുറേ വെറൈറ്റീസ് പോപ്കോൺ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, പല സ്റ്റാളുകളും. പിന്നെ ഇവിടെ മിനി ഊട്ടി എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരിതുണ്ട്, ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുട്ടികളെ കുറേ പ്ലേ സ്റ്റേഷനുകൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.